മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മൗലാന ആസാദ് യുവതാവേദിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. മൗലാന ആസാദ് യുവതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഫോർട്ട് കൊച്ചി EMGHSSൽ നടന്ന പരിപാടി കടമാലി പോലീസ് സബ് ഇൻസ്പെക്ടർ CX യേശുദാസ് ഉദ്ഘാടനം ചെയ്തു. അതില് പ്രധാനമായും നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇവരെയും ഈ സമൂഹത്തിനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരാണോ? കേട്ടില്ല. എന്ത് തങ്കപ്പെട്ട പിള്ളേരാണ് ഈ സ്കൂളിലെ കുട്ടികൾ അല്ലേ? ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊന്ന് അറിയേണ്ടത് എന്താണ് ലഹരി എന്നുള്ളതാണ്. സംസാരിക്കാതിരിക്കും കുട്ടികളെ. എന്താണ് ലഹരി എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കാണുകയോ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുകയും ആ സന്തോഷം നിലനിർത്തുന്നതിന് വേണ്ടി വീണ്ടും 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 കാണുകയോ കേൾക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഏതൊന്നും. ലഹരി ഉപയോഗം തുടങ്ങുന്ന 10 വയസ്സ് മുതൽ തുടങ്ങുന്ന കാലങ്ങൾ വളരെ പ്രധാനമാണെന്നും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വളരെ കരുതലോടെ ഇരിക്കേണ്ട പ്രായമാണിതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ലൈബ്രറി പ്രസിഡന്റ് KM ഷെരീഫ് അധ്യക്ഷനായി. ആസാദ് വനിതാ വേദി വൈസ് പ്രസിഡന്റ് സുനിത ഫൈസൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ. സ്കൂൾ പ്രധാനാധ്യാപിക അച്ചാമ്മ ആന്റണി, MH അസീസ്, അസൻ നാസിർ, K വിജയൻ, ഷെരീഫ് മൈത്രി എന്നിവർ സംസാരിച്ചു. മോശമായ അവസ്ഥയെപ്പറ്റി ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമേളങ്ങൾ നമുക്ക് സംസാരിക്കാൻ തീർക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ അപകടകരമായ രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് നമ്മുടെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾ അടക്കമുള്ള ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നത്. നമ്മൾ ഈ വർഷം മുഴുവൻ നടത്തിയ ഈ പ്രതിജ്ഞ വീണ്ടും വീണ്ടും ചൊല്ലുന്തോറും നമ്മുടെ ഉള്ളിൽ അത് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് കിട്ടും. അതാണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ ഉസ്താദ് സാറ് പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്വന്തം വീട്ടിലെ അച്ഛന്, അമ്മയോ അല്ലെങ്കിൽ സഹോദരിയെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളാരും മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ലഹരിയിലൂടെയാണ് അങ്ങനെ ആയിത്തീരുന്നത്. ഇപ്പോഴൊരു ചെറിയ ഇതിൽ നിന്ന് ലഹരി വിരുദ്ധ സന്ദേശം അടങ്ങിയ ലഘുലേഖ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.